നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് വീണ്ടും രാഹുലേട്ടനെ എന്നെയും തമ്മിൽ ചേർക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്നുള്ളത് സത്യം. പക്ഷേ സത്യേട്ടന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാൻ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യേട്ടൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചല്ലോ ഇന്ദു. ഇനി നിനക്ക് ഒരു സങ്കടം കൂടാതെ ഡോക്ടർ രാഹുലിനെ സ്വീകരിക്കാലോ. അതായിരിക്കും നല്ലതെന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നേ ഇന്ദു. രാഹുലിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടന്ന സ്ഥിതിക്ക് ഇനി സത്യേട്ടനൊത്തുള്ളൊരു ജീവിതം നിനക്ക് ശരിയാവില്ല. അച്ഛനും ബന്ധുക്കളും ഒക്കെ വീണ്ടും രാഹുലേട്ടന്റെ കാര്യം ചിന്തിക്കാൻ കാരണമുണ്ട് ചീരു. ഇവിടെ വന്നത് മുതല് സത്യേട്ടന്റെ അമ്മയും കുഞ്ഞമ്മയും കൂടി കാണിച്ചു കൂട്ടുന്ന ചീപ്പ് പെർഫോമൻസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുക, അധികാരം കാട്ടുക, പെണ്ണിന്റെ വീട്ടുകാര് ചെറുക്കന്റെ വീട്ടുകാർക്ക് മുന്നില് തൊഴുതു നിൽക്കാന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും അവരെ അംഗീകരിക്കാൻ പറ്റുമോ? എനിക്കോ എന്റെ കുടുംബത്തിനോ ഇപ്പൊ ഈ നിമിഷം പോലും സത്യേട്ടനോട് ഒരു സ്നേഹക്കുറവുമില്ല. പക്ഷെ ആ വീട്ടിൽ എന്നെ എന്തിന് മരുമകളായി എന്നെ അയക്കുന്നു എന്ന ബന്ധുക്കളുടെ ചോദ്യത്തിന് മുന്നില് ഞങ്ങൾക്ക് ഉത്തരവില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ദു. സത്യേട്ടനും അത് മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാ ഇങ്ങനെ ഒരു തീരുമാനമായി സത്യേട്ടൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളോട് പറയാൻ ഒരു ഉത്തരമായില്ലേ? എന്താ ചീരു, എന്താ ഈ സമയത്ത് നീ ഇവിടെ? അത് ആന്റി. ചീരു പോയിക്കോ, ആരും കാണണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ശരി, പോട്ടെ ആന്റി. എന്താ ഇന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?